ജനാധിപത്യ വിശ്വാസികളാണ്. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് കൊണ്ടുവന്ന ഒരു ഭേദഗതി നിയമം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SDP രാജ്യവ്യാപകമായി ആ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിന് മുമ്പും ശേഷവും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ബില്ല് കൊണ്ടുവന്ന സംഘപരിവാർ ശക്തികൾ പൊതുസമൂഹത്തോട് നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്. പാർലമെന്റ് കൊണ്ടുവന്ന ഒരു ഭേദഗതി നിയമത്തെയാണ് ഇവർ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പരമാധികാര നൈരൂപീകരണ സംവിധാനം എന്ന് പറയുന്ന പാർലമെന്റ് കൊണ്ടുവന്ന ഒരു നിയമത്തെ അംഗീകരിക്കാതിരിക്കുന്നവരാണ് എന്ന നിലയിലാണ് പറയുന്നത്. എനിക്കെന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ സംസ്കൃതിക്കും അത് വിഭാവന ചെയ്യുന്ന ഭരണഘടനാ താൽപര്യങ്ങൾക്കും വിരുദ്ധമായ ഒരു നിയമമാണ് മതനിരപേക്ഷതയിലും മനുഷ്യത്വത്തിലും ഭരണഘടനയിലും വിശ്വസിക്കാത്ത സംഘപരിവാർ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ്. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, നിയമവ്യവസ്ഥതയ്ക്ക് വിധേയമായി മാത്രം ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് സുരക്ഷിതമായ ഒരു സമൂഹമായി അവരെ പരിഗണിക്കപ്പെടുക. നിയമലംഘനം എപ്പോഴും പ്രശ്നമാണ്. ഒരു സമൂഹത്തെ അസ്ഥിരപ്പെടുത്തും, അസ്വസ്ഥപ്പെടുത്തും, അരാജകത്വത്തിലേക്ക് നയിക്കും. നിയമവാഴ്ചയാണ് നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടത്. അങ്ങനത്തെ രാജ്യത്തിന്റെ നിയമവാഴ്ച എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടനാ വിധേയമാകേണ്ടതാണ്. ഇന്ത്യ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, രാഷ്ട്രഘടന എങ്ങനെയാണ് ചലിക്കേണ്ടത്, രാജ്യത്തിന്റെ പാർലമെന്റ് എന്ന് പറയുന്ന പാർലമെന്ററി സംവിധാനം എന്ന് പറയുന്ന നയരൂപീകരണ സംവിധാനവും അത് നടപ്പിലാക്കുന്നതിന് നിർവഹണ സംവിധാനവും അത് നിഷേധിക്കപ്പെടുമ്പോൾ നീതി നിർവഹിച്ചു കൊടുക്കേണ്ട ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള സംവിധാനം അത് മുന്നോട്ട് പോകേണ്ടത് രാഷ്ട്ര ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രമാണ്. ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രം രാഷ്ട്രഘടന മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു രാജ്യത്ത് നിയമവാഴ്ചയുണ്ട് എന്ന് ബോധ്യം വരിക. ആ ഭരണഘടനാ വിരുദ്ധമായ സമീപനം രാജ്യത്തിന്റെ ഭരണകൂടം സ്വീകരിക്കുമ്പോൾ രാജ്യത്തിന്റെ നിയമവാഴ്ചയെ അസ്ഥിരപ്പെടുത്തുന്നുവെന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ വിരുദ്ധമായ, ഭരണഘടനാ താൽപര്യത്തിന് വിരുദ്ധമായ ഒരു നിയമം ഭേദഗതിയിലൂടെ പാർലമെന്റിൽ സംഘപരിവാർ കൊണ്ടുവന്നപ്പോൾ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതാ ബോധമുള്ള മുഴുവൻ ആളുകളും അതിൽ രംഗത്ത് വന്നത്. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നൊരു മതത്തിന്റെ പ്രശ്നമല്ല, ഇത് രാജ്യത്തിന്റെ നിയമവാഴ്ചയുടെ പ്രശ്നമാണ്, ഭരണഘടനയുടെ പ്രശ്നമാണ്. മുസ്ലിം സമുദായത്തിനെതിരെ സംഘപരിവാർ കയ്യോങ്ങുന്നുവെന്നത് ഈ രാജ്യത്തെ സംഘപരിവാറുള്ള ഇസ്ലാം വിരോധത്തിന്റെ ഭാഗമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. RSSനെ സംബന്ധിച്ച് പണ്ടേ നമ്മൾ പറയാറുണ്ട്, ഏത് രൂപഭാവത്തിൽ വന്നാലും RSS ആണ് എന്ന് പറഞ്ഞാൽ അവരല്ലാത്ത ഒരാളുടെയും മാനുഷികമായ അവകാശങ്ങളെ വകവെക്കാത്ത ലോകത്തെ ഏറ്റവും വലിയൊരു ഭീകര പ്രസ്ഥാനവും ഒരു പ്രത്യേക ശാസ്ത്രവുമാണ് സംഘപരിവാറും അതിന്റെ പ്രവർത്തകരും. അതിലാർക്കും തർക്കം വേണ്ട. മനുഷ്യജീവന് വില കൽപ്പിക്കാത്തവരാണ്. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ദാരുണമായ ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ 26 പൌരന്മാരെ നിഷ്ഠൂരമായി കാശ്മീരിന്റെ മലയോരത്ത് വെടിവെച്ചു കൊന്നൊരു ഭീകരകൃത്യത്തിന് ഇന്ത്യ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മതം ചോദിച്ച് ഭീകരകൃത്യം നടത്തിയെന്നാണ് വാർത്തകൾ വരുന്നത്. ഞാൻ പറയുന്നത്, കാശ്മീരിൽ നടത്തിയ മതം ചോദിച്ചുള്ള ഭീകരകൃത്യവും രാജ്യത്തിന്റെ മുഴുവൻ ഗ്രാമങ്ങളിലും സംഘപരിവാർ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പേര് പറഞ്ഞുൾപ്പെടെ മതം നോക്കിക്കൊണ്ട് നടത്തുന്ന ഭീകരകൃത്യത്തെയും ഒരുപോലെ കാണേണ്ട ബാധ്യത രാഷ്ട്രസ്നേഹികൾക്കുണ്ട്, രാജ്യസ്നേഹികൾക്കുണ്ട്. മതം പറഞ്ഞ് കലാപമുണ്ടാക്കുക, മതം പറഞ്ഞ് മനുഷ്യരെ കൊല്ലുക, മതം പറഞ്ഞ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക, മതം പറഞ്ഞ് മനുഷ്യരെ കയ്യേറ്റം ചെയ്യുക, മതം പറഞ്ഞ് രാജ്യത്തെ ഒരു വിഭാഗത്തിന്റെ സമ്പത്ത് പിടിച്ചു വാങ്ങുക, കൊള്ളയടിക്കുക, അത്തരം മതം പറഞ്ഞുകൊണ്ട് കലാപത്തിനൊരുങ്ങുന്ന ഏത് സംവിധാനവും രാഷ്ട്ര താൽപര്യത്തിന് വിരുദ്ധമാണ്. അതുപോലെ കൃത്യമായി നമുക്ക് ധാരണയുണ്ടാകണം. ഇവിടെ നമ്മുടെ രാജ്യത്ത് മതം പറഞ്ഞുകൊണ്ടാണ്, പ്രത്യേകിച്ച് RSSനെ സംബന്ധിച്ച് നിരന്തരമായി നാം പറയാറുണ്ട്, ഈ രാജ്യത്തെ ഇസ്ലാമിനും ക്രൈസ്തവതയ്ക്കുമെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി അതൊരു പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ച് അതിനുവേണ്ടി ദശലക്ഷക്കണക്കിന് ആളുകളെ രാജ്യത്ത് വാർത്തെടുത്ത് അവർക്ക് രാഷ്ട്രീയ മുഖം കൊടുത്ത് പാർലമെന്ററി സംവിധാനത്തിൽ നിയന്ത്രണം ഏറ്റെടുത്ത ഒരു ഫാഷിസ്റ്റ് സംവിധാനമാണ് സംഘപരിവാർ RSS. മതവിരുദ്ധതയാണ്, ഇസ്ലാം വിരുദ്ധതയാണ്, ക്രൈസ്തവ വിരുദ്ധതയാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്,
ഈ രാജ്യത്തിന്റെ പട്ടികജാതി പട്ടികവർഗ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ സംസ്കൃതികളോട് എതിർപ്പ് മാത്രമാണ്. അഥവാ മതവിരുദ്ധതയുടെ ഒരു സംസ്കൃതിയെ അപകടത്തിൽപ്പെടുന്നവന്റെ ഭാഗ്യമായ മതസംസ്കാരം നോക്കിയിട്ട് ഒരിക്കൽ നിങ്ങൾ കേട്ട് കാണും. ന്യൂസ് 18 ചാനലിൽ ഈ അടുത്ത ദിവസം ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു RSS പറയുകയാണ്, ഞാൻ RSS കാരനാണ്, പരസ്യമായി ചാനലിലാണ് പറയുന്നത്. അതെ, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, അതാണ് ഗുജറാത്തിൽ കണ്ടത്, ഇനിയും കൊല്ലും എന്നാണ് പറഞ്ഞത്. ഇനിയും കൊല്ലും, ഞങ്ങൾ RSS ആണ്, ഇനിയും കൊല്ലും, ഞങ്ങൾ ബജരംഗദളാണ്, ഗുജറാത്ത് മോഡൽ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പറയുന്നത്. മതം തിരഞ്ഞുകൊണ്ട് കലാപം നടത്തുന്ന കശ്മീരിൽ നടത്തിയാലും രാജ്യത്തെവിടെ നടത്തിയാലും ദേശദ്രോഹികളാണ് അവരെന്ന് പറയാനുള്ള ഒരു ദേശസ്നേഹമാണ് ഉണ്ടാകേണ്ടത്. അതെ, കൊല്ലപ്പെടുന്നവന്റെ മതം നോക്കിയിട്ട് കൊലയാളിയെ മഹത്വവൽക്കരിക്കുന്ന പ്രവണത ഒരു നിലയ്ക്കും ഒരു മതനിരപേക്ഷ സംസ്കൃതിക്ക് സ്വീകാര്യമല്ല എന്ന ഒരു നിലപാട് കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇവിടെ RSSനെ സംബന്ധിച്ച് അവര് വഖഫ് ബില്ല് കൊണ്ടുവന്നതിന്റെ താല്പര്യം മുസ്ലിം സമുദായത്തിന് അവർ പ്രഖ്യാപിച്ച ചില കർമ്മപദ്ധതികളുണ്ട്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അവരന്നേ പറയുന്നുണ്ട്, സർസംഘചാലിക പറയുന്നുണ്ട്, വിചാരധാര പറയുന്നുണ്ട്, ഇസ്ലാമിക സംസ്കൃതി പ്രകടമാക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, അന്തസ്സോടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, പൗരത്വ ബോധത്തോടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ അവകാശമില്ലാത്ത അടിമകളായി വേണമെങ്കിൽ ജീവിക്കാം, അവകാശം ചോദിക്കാൻ പാടില്ല, റേഷൻ കാർഡ് പോലും ചോദിക്കാൻ പാടില്ല, ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി വാങ്ങാൻ പാടില്ല, അത്തരത്തിൽ വേണമെങ്കിൽ ജീവിക്കാമെന്ന ഒരു നിലപാടുള്ള RSS ആണ് ഇന്ത്യ ഭരിക്കുന്നതെന്നതുകൊണ്ട് അവരുടെ നിലപാട് നേടിയെടുക്കുന്നതിന്റെ ഭാഗമാണ് വഖഫ് ഭേദഗതി നിയമം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രഖ്യാപന നിലപാടുണ്ട്, സമ്പത്ത് ഒരു സെന്റ് ഭൂമി പോലും വാങ്ങാൻ അനുവദിക്കില്ല എന്ന്, റേഷൻ കാർഡ് പോലും ഞങ്ങൾ തരില്ല. അതാണ് ഞങ്ങൾ സ്വപ്നം കാണുന്ന ഇന്ത്യ. ആ ഇന്ത്യയിൽ എന്ന ആ ഒരു ആശയത്തെ, സംഘപരിവാർ പ്രത്യയ ശാസ്ത്രത്തെ പാർലമെന്റിന് ഉപയോഗപ്പെടുത്തി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. അതാണ് അവർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല്. നമ്മൾ അങ്ങനെയാണ് അതിന് തിരിച്ചറിയേണ്ടത്. അതോടൊപ്പം എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതാ ബോധമുള്ളവർ, ദേശസ്നേഹികൾ, ഇന്ത്യ ഒരുമയോടെ മുന്നോട്ട് പോകണമെന്ന് കൊതിക്കുന്നവർ, രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സംഘർഷരഹിതമായ ഒരുമയുടെ ഇന്ത്യയാണ് വേണ്ടത്. ജാതിയും മതവും ചോദിക്കാതെ രാഷ്ട്രപൌരന്മാരും അഭിമാനബോധത്തോടെ രാജ്യനിവാസികൾ ജീവിക്കുന്ന ഒരു സന്തോഷത്തിന്റെ സുഹൃതത്തിന്റെ നാളുകളാണ് രാജ്യത്ത് വേണ്ടതെന്ന് തിരിച്ചറിയുന്ന ഇന്ത്യയുടെ ജനാധിപത്യ ചേരി അതുകൊണ്ടാണ് ഈ ബില്ലിനെ എതിർക്കുന്നത്. അഥവാ ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഒരു മതവിശ്വാസിക്ക് അവന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ അവകാശമുണ്ട്, അവന് അതിനുവേണ്ടി സമ്പത്താർജിക്കാൻ അവകാശമുണ്ട്, അത് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട്. അത് ഭരണഘടന വിഭാവന ചെയ്യുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് നിദാനമായ നിയമങ്ങളാണ്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ കൃത്യമാണ് ഭരണഘടന. അത്തരം ഭരണഘടനാ താൽപര്യത്തിന് വിരുദ്ധമായ നിയമനിർമ്മാണങ്ങളാണെന്ന് പാർലമെന്റിൽ നടക്കുന്ന ഒന്ന്. ഈ ബില്ല് ഭരിക്കുന്നവർക്ക് ഭരണഘടന വിശ്വാസമില്ല. രാജ്യത്തിന്റെ ഭരണഘടന രൂപകൽപ്പന ചെയ്യപ്പെട്ടതിനകത്ത് പിറ്റേ ദിവസം RSSന്റെ മുഖപത്രങ്ങളും RSSന്റെ ഇവിടുത്തെ മുഖ്യ കാര്യദർശികളും പരസ്യമായി നിലപാട് സ്വീകരിച്ചു. മനുസ്മൃതി സ്വീകരിക്കാത്ത ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും ആശ്ചര്യം തോന്നും. രാജ്യത്തിന്റെ പട്ടികജാതി പട്ടികവർഗക്കാർ ഉൾപ്പെടെയുള്ളവർ സംഘപരിവാറിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുമ്പോൾ പലപ്പോഴും ആശ്ചര്യം തോന്നാറുണ്ട്. കാരണം വളരെ കൃത്യമാണ്, മനുസ്മൃതി ഇന്ത്യയിൽ നടപ്പിലാക്കലാണ് ഞങ്ങളുടെ താല്പര്യം. എന്താ മനുസ്മൃതി? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മനുസ്മൃതി നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ ആ മനുസ്മൃതി പ്രത്യയശാസ്ത്രം എന്താണ്? രാജ്യത്തെ ഭൂരിപക്ഷത്തെയും മനുഷ്യരായി കാണുന്നില്ല, ചാതുർവർണ്ണത്തിന്റെ അപകടമാണ്. അഥവാ ഈ രാജ്യത്തിന്റെ 91% ജനങ്ങൾ മനുഷ്യരല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ നടപ്പിലാക്കണം. അതുകൊണ്ട് ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഭരണഘടന രൂപം കൊണ്ടതിന്റെ പിറ്റേ ദിവസം നിലപാട് സ്വീകരിച്ച RSS ആണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയിൽ വിശ്വസിക്കാത്തവരാണ്, പാർലമെന്ററി സംവിധാനത്തെ മാനിക്കാത്തവരാണ്, ജനാധിപത്യ അഭിപ്രായങ്ങൾക്ക് മുഖം കൊടുക്കാത്തവരാണ്, രാഷ്ട്രഭൂരിപക്ഷത്തിന്റെ ശബ്ദങ്ങളെ കേൾക്കാത്തവരാണ്, കർഷകരുടെ ശബ്ദം കേൾക്കാത്തവരാണ്, രാഷ്ട്രത്തിന്റെ ജനതയുടെ മതം നോക്കി മാത്രം നിയമം കൊണ്ടുവരുന്നവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ RSS ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മോദിയുടെ ഒന്നാം ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റും കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു നിയമം ഈ രാജ്യത്തിന്റെ സാധാരണക്കാർക്ക് ജാതിയും മതവും നോക്കണ്ട, ഈ രാജ്യത്തിന്റെ സാധാരണക്കാരായ 91% ജനതയ്ക്ക് സഹായകരമായ ഒരു നിയമമെങ്കിലും ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ക്ഷേമോന്മുഖമായ നിയമം, സുരക്ഷ ഒരുക്കുന്ന നിയമം, സന്തോഷം നൽകുന്ന നിയമം, അവകാശം നൽകുന്ന നിയമം. അത് മാത്രമല്ല, മറിച്ച് ചെയ്തെന്താണ്? സാമ്പത്തിക സംവരണം കൊണ്ടുവന്ന്
ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ അവകാശങ്ങളെ കവർച്ച ചെയ്തുകൊണ്ടാണ് തിരിച്ചറിയേണ്ടത്. പാർലമെന്റ് നിയമം, സാമ്പത്തിക സംവരണ നിയമം കൊണ്ടുവന്നതിന്റെ അപകടമാർക്കാണ്? ഈ രാജ്യത്തിന്റെ പട്ടികവർഗത്തിന്, ഈ രാജ്യത്തെ തീയ സമൂഹത്തിന്, യാദവ സമുദായത്തിന്, ഈ രാജ്യത്തിന്റെ ധീവര സമുദായം ഉൾപ്പെടെയുള്ള, ഈ രാജ്യത്തിന്റെ തീരദേശ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ പിന്നാക്ക ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ ഭരണഘടന അവകാശങ്ങളെ തകർത്തുകൊണ്ടാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്. ഞാൻ സംഘപരിവാർ നേതാക്കളോട് ചോദിക്കാണ്, ഒരു നിയമമെങ്കിലും സാധാരണക്കാരുടെ വിലക്കയറ്റം കുറയ്ക്കാൻ, പട്ടിണി കുറയ്ക്കാൻ, വരുമാനം വർദ്ധിപ്പിക്കാൻ, ആരോഗ്യ മേഖലയ്ക്ക് എന്തെങ്കിലും പരിഗണന കൊടുക്കാൻ, അങ്ങനെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സാധാരണക്കാർക്ക് പഠിക്കാൻ അവസരം ഒരുക്കി കൊടുക്കാൻ, അങ്ങനെ ഏതെങ്കിലും കാർഷിക മേഖലയ്ക്ക് ഉപകാരപ്രദമായ ഒരു നിയമം? നമുക്കറിയാം, ഇന്ത്യയുടെ കർഷകർ അന്നം തരുന്നവരെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ ആഭ്യന്തര ക്ഷമതയെ, രാജ്യത്തിന്റെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ എന്ന് പറയുന്നത്. GDP വർദ്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ 25% GDP എന്ന് പറയുന്നത്, ക്രയശേഷി എന്ന് പറയുന്നത് കാർഷിക വൃത്തിയിലൂടെയാണ്. അത് കർഷകരുടെ സമ്മാനമാണ്. ആ കർഷകർ നടത്തിയ സമരത്തിൽ 800-ലധികം കർഷകരാണ് രക്തസാക്ഷികളായ. 865 കർഷകർ മരിച്ചു വീണ തെരുവിൽ. ഫാസിസ്റ്റ് സർക്കാർ മുഖം കൊടുത്തില്ല. കാരണം അവർ സിഖുകാരാണ് ഭൂരിപക്ഷം. മരിച്ചു വീഴട്ടെ, അവർ ബ്രാഹ്മണരല്ല, അവർ RSSകാരല്ല. ഞാൻ ചോദിക്കുന്നത്, അടിസ്ഥാനപരമായി ഈ രാജ്യത്തിന്റെ സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ടില്ല. കാരണം രാജ്യത്തിന്റെ 91% മനുഷ്യരല്ല എന്ന് വിശ്വസിക്കുന്ന സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രമാണ് പാർലമെന്റിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ നിയമനിർമ്മാണങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതേ സംഘപരിവാർ ഗവൺമെന്റാണ് ഇവിടെ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. എന്താണ് മുത്തലാഖ് ബില്ലിന്റെ പ്രശ്നം? രാജ്യത്തിന്റെ ഭരണഘടന മനുഷ്യപക്ഷങ്ങൾ കൊടുക്കുന്ന ചില ഉറപ്പുകളുണ്ട്. വഖഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബ്രിട്ടീഷ് കാലം മുതൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. മതപരമായ അവകാശങ്ങളുണ്ട്. സിവിൽ നിയമങ്ങളിൽ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ കൊടുക്കുന്ന അവസരങ്ങളുണ്ട്. അതിനെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കുന്ന, ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ, ഈ രാജ്യത്തെ ദളിതന്റെയും അഥവാ പട്ടികവർഗക്കാരന്റെ, ആദിവാസിയുടെ, ധീവരന്റെ, വിശ്വകർമ്മച്ചന്റെ, തീയന്റെ, യാദവന്റെ, മുസ്ലിമിന്റെ, ക്രൈസ്തവന്റെ ഉൾപ്പെടെ 91% വരുന്ന അവർണ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാന ജനതയുടെ അവകാശങ്ങളും അവസരങ്ങളും തകർത്ത് തരിപ്പണമാക്കി രാഷ്ട്രനിവാസികളെ അസ്വസ്ഥപ്പെടുത്തി അരക്ഷിതമാക്കുന്ന ഒരു നിയമമല്ലാതെ ഒന്നും RSS ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല. മോഡി ഒരു പാതിരാക്ക് എഴുന്നേറ്റ് എന്നിട്ട് നോട്ട് നിരോധിച്ചു. അതിന്റെ പ്രയാസം എത്ര പേരാ മരിച്ചു വീണത്? ക്യൂബയിൽ നിന്നുകൊണ്ട് രാജ്യത്തിന് പുരോഗതി ഉണ്ടായോ? RSSന് പണം വർദ്ധിച്ചു എന്നതല്ലാതെ 50 കൊല്ലം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ വിലക്ക് വാങ്ങാനുള്ള പണം സംഘപരിവാർ സ്വരൂപിച്ചു എന്നതിനപ്പുറത്ത് ഇപ്പൊ എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്ക്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പറയാൻ നമ്മുടെ സൈന്യത്തിൽ 1.5 ലക്ഷം സൈനികരുടെ കുറവുണ്ട് എന്ന്. ആരാ മറുപടി പറയേണ്ടത്? 1.5 ലക്ഷം സൈനികരുടെ എണ്ണക്കുറവുണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ എന്ന് പറയുമ്പോൾ, അതിർത്തി കാശ്മീർ ഉൾപ്പെടെയുള്ള ഒരു ഭാഗത്ത് ചൈന കയ്യേറുകയാണ്. ഒരു അതിർത്തി മുഴുവനും ബംഗ്ലാദേശിനെതിരെ വരികയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ നിരന്തരമായി നിത്യശത്രുവായി നിലകൊള്ളുകയാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ പോലും ഇപ്പോൾ നിരപരാധികൾ വധിക്കപ്പെട്ട പ്രദേശത്ത് പോലും മുമ്പ് സൈനിക സാന്നിധ്യമുണ്ടായിരുന്നു, സൈനിക നിയന്ത്രണത്തിലായിരുന്നു. ആ സൈനികരെ പോലും പിൻവലിച്ചുകൊണ്ട് ഇന്ത്യൻ അതിർത്തിക്ക് പോലും സുരക്ഷിതത്വമൊരുക്കാൻ ആവശ്യമായ സൈനികർ റിക്രൂട്ട് ചെയ്യാതെ 1.5 ലക്ഷം സൈനികരുടെ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്നുവെന്ന് പറയുമ്പോൾ, ആരുടെ പക്ഷത്താണ് ഈ സംഘപരിവാർ നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇവര് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ജനോപകാരപ്രദമായ, ജനങ്ങൾക്ക് ആനന്ദം നൽകുന്ന, സന്തോഷം നൽകുന്ന, പുരോഗതി നൽകുന്ന, സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന, പാരസ്പര്യത്തെ ശക്തിപ്പെടുത്തുന്ന, ആഭ്യന്തര ഉൽപാദനത്തെ ശക്തിപ്പെടുത്തുന്ന, അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുന്ന, ഏതെങ്കിലും ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു ബില്ലും ഒരു നിയമനിർമ്മാണവും RSS ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ബില്ലുകളാണ് മുത്തലാഖ് ബില്ല്. ആർക്കെങ്കിലും വല്ല ഗുണം കിട്ടിയോ? പിന്നെന്താണ് മതം മാറ്റ നിരോധന നിയമം? നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആർക്കാ ഗുണം കിട്ടിയ? കുറച്ച് ക്രിസ്ത്യൻ പാതിരിമാരെ പിടിച്ചകത്തിട്ടു. വേറെന്തെങ്കിലും ഗുണമുണ്ടായോ? രാജ്യത്തെ വിവാദമാക്കി ബില്ലുകൊണ്ട് ഇനി വേഗ സിവിൽ കോഡ് കൊണ്ടുവരുമെന്നാ പറയുന്നത്. ബ്രാഹ്മണ്യ സംസ്കൃതിക്കപ്പുറത്തൊന്നും ഇവിടെ വേണ്ട എന്ന നിലപാടിന്റെ ഭാഗമാണ്. അതുപോലെ വഖഫ് ബില്ലും ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ടവരോട്, വഖഫ് ബില്ലിലുള്ള അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുസ്ലിങ്ങൾക്ക് 1 സെന്റ് ഭൂമി പോലും ഇന്ത്യയിൽ അവകാശമുണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന, അവരെ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച് ഇവിടെ സംഘശക്തി വളർത്തിക്കൊണ്ടിരിക്കുന്ന, ആയുധ പുലകളാക്കി ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന, അധികാരത്തിന് ഉപയോഗപ്പെടുത്തി അത്തരം പ്രവർത്തനങ്ങളെ കാക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന RSS കൊണ്ടുവന്ന നിയമം എന്നത് തന്നെയാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ അപകടം. ഏറ്റവും വലിയ അപകടം അതാണ്. RSS കൊണ്ടുവന്ന ഒരു ബില്ലാണ് എന്നതാണ്. എളുപ്പമുണ്ട്. പണ്ട് പള്ളികളെ പൊളിക്കണം, 421 വർഷം ആരാധന നടത്തി ബാബരി മസ്ജിദില് കർസേവ നടത്തി പൊളിക്കാൻ ഒരുപാട് പണിയെടുക്കേണ്ടി വന്നു.
അന്ന് ഒരു ജില്ലാ കളക്ടർക്ക് മാത്രം സാധ്യമായിട്ടില്ല. പിന്നീട് ഒരുപാട് പണിയെടുക്കേണ്ടി വന്നു. രാജ്യത്ത് ഒരുപാട് യാത്ര നടത്തേണ്ടി വന്നു. രാജ്യവ്യാപകമായി മുസ്ലിം സമ്പത്ത് കൈയേറുന്നതിന് ചില തടസ്സങ്ങളുണ്ടായി. അരുതട കാട്ടാള എന്ന് പറയുന്ന മതനിരപേക്ഷതയുടെ ആർജവമുള്ള ശബ്ദവും കൈക്കരുത്തും അവരെ പ്രതിരോധിക്കാൻ തുടങ്ങി. രാജ്യവ്യാപകമായി അവരിപ്പോൾ സൗകര്യമായി കണ്ടു. പാർലമെന്റ് നിയമം കൊണ്ടുവന്ന് ഇതെല്ലാം വിഴുങ്ങാമെന്ന വിചാരത്തിലാണ്. അത്തരം നിയമമാണ്. നോക്കിയേ, നമ്മളൊന്നും RSS കൊണ്ടുവന്നൊരു ബില്ലിന്റെ വിശദാംശം ചർച്ച ചെയ്ത അർത്ഥമില്ല. കാരണം മൊത്തം കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ട നിയമമാണ്. അതിനെ സ്വീകരിച്ച എന്താണ്ട് ലോകത്തിന്റെ മുമ്പിൽ പാർലമെന്ററി സംവിധാനത്തെ മാനിക്കുന്നവരെന്ന് വരുത്തി തീർക്കുകയാണ്. RSSകാരൻ എപ്പോഴും RSSകാരൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അവരെ കൊണ്ടുവന്ന നിയമത്തിന്റെ ചില അപകടങ്ങൾ സാധാരണക്കാർക്ക് ബോധ്യം വരാൻ വേണ്ടി പറയുകയാണ്. നമുക്കറിയാലോ, ഒന്ന്, ഈ നിയമം വഖഫ് സ്വത്തിന്റെ പവിത്രത നമുക്കറിയാം. എന്റെയൊക്കെ ചെറുപ്പത്തിന്റെ ബോധ്യമുണ്ട്. ഒരു പഴയ പള്ളി പൊളിച്ചാൽ അതിന്റെ മേൽക്കൂര പോലും ദാനം ചെയ്യാതെ സൂക്ഷിച്ചു വെക്കും. കാരണം ഇത് ദാനം ചെയ്യാനുള്ള ഉടമസ്ഥാവകാശം നമുക്കില്ല. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്താണ് എന്ന സൂക്ഷ്മതയായിരുന്നു. അത്രത്തോളം പവിത്രമായി കണ്ടിരുന്ന സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത വഖഫ് സ്വത്ത്, ആ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങളല്ലാത്തവരെ ഏൽപ്പിക്കുന്നുവെന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ പല ചോദിക്കുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തില്ല, സിഖുകാർക്കുള്ള ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തില്ല. പക്ഷേ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങളല്ലാത്തവർ വേണം. ആ താല്പര്യം അതൊരു മതനിരപേക്ഷതയുടെ ശബ്ദമല്ല. RSSന്റെ താല്പര്യം നടപ്പിലാക്കുന്നതിന്റെ ഒരു മാർഗമായിട്ടാണ് അവർ കാണുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ഇന്നിപ്പോൾ ഒരു വഖഫ് സ്വത്തിൽ തർക്കമെന്നാൽ അത് സർവേ നടത്തി അതിന്റെ അതോറിറ്റി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് അത് സർവേയറാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ അതങ്ങ് മാറി. ഇപ്പൊ ആരാ? ജില്ലാ കളക്ടർ തീരുമാനിക്കുക. ഏത് ജില്ലാ കളക്ടർ? 421 വർഷം ആരാ നടത്തിയ പള്ളി, പവിത്രമായ ബാബരി മസ്ജിദ്. STP ഒരു കാര്യം എന്നും പറയുകയാണ്, 1000 വർഷം കഴിഞ്ഞാലും തലമുറയോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ബാബരി മസ്ജിദിന്റെ വഖഫ് ഭൂമിയിൽ നിന്ന പള്ളി വഖഫിന്റെ പള്ളി തന്നെയാണ്. ആ ചരിത്രം ഞങ്ങൾ മറക്കില്ല. അതൊരു ചരിത്ര വസ്തുതയാണത്. അത് പള്ളി തന്നെയാണത്. അങ്ങനത്തെ ആ ബാബരി മസ്ജിദ് 421 വർഷം ആരാധന നടത്തിയിരുന്ന കൃത്യമായ രേഖകളുള്ള ഒരു പള്ളി, അത് ശ്രീരാമ ജന്മഭൂമിയാണ് എന്ന് റിപ്പോർട്ട് കൊടുത്ത കേരളീയനായ ഒരു നായരുണ്ടായിരുന്നു ഫൈസാബാദിന്റെ കളക്ടറായിട്ട്. അത്തരം കളക്ടർമാരാണ് ഇനി ഒരു തർക്കഭൂമിയിൽ ആർക്കാണ് ഉടമസ്ഥാവകാശം എന്ന് തീരുമാനിക്കുന്നത്. അതാണ് ഇന്ത്യയിൽ നടപ്പിലാകാൻ പോകുന്നത്. എന്തായിരിക്കും അതിന്റെ സ്ഥിതി? ഗവൺമെന്റ് തീരുമാനിക്കും. ഇപ്പോൾ തന്നെ രാജ്യവ്യാപകമായി സുപ്രീം കോടതിയുടെ നിയന്ത്രണം ഉണ്ടായിട്ടും സ്വത്തുക്കൾ കയ്യേറുകയാണ്, കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുഴുവൻ സ്വത്തും അവസാനം ഞാൻ ഒറ്റവാക്കിൽ പറയാം, മയ്യട്ടടക്കാൻ സ്ഥലമില്ലാത്ത സ്ഥിതിയിലേക്ക് പോകും. മയ്യട്ടടക്കാൻ സ്ഥലമില്ലാത്തത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന വഖഫ് സ്വത്തുക്കളുണ്ട്. രേഖകൾ ഉണ്ടാകണമെന്നില്ല. കാരണം നൂറ്റാണ്ടുകളായി പള്ളിയായി തുടരുകയാണ്, നൂറ്റാണ്ടുകളായി പൊതുശ്മശാനമായി തുടരുകയാണ്, നൂറ്റാണ്ടുകളായി യത്തീംഖാനകളായി തുടരുകയാണ്, നൂറ്റാണ്ടുകളായി അത് പൊതു ഉപയോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അങ്ങനെ വഖഫായ അത്തരം ഒരു പവിത്രമായ സംഗതി അത് പോരാ, അങ്ങനെ ഉപയോഗിക്കുന്നുവെന്നതുകൊണ്ട് 1000 കൊല്ലം നിങ്ങൾ ഉപയോഗിച്ചാലും ഞങ്ങളത് അംഗീകരിക്കില്ല, രേഖയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അത്തരമൊരു നിയമനിർമ്മാണത്തിലൂടെ മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത് പിടിച്ചെടുക്കുന്നു. അല്ലാത്ത തർക്കമുന്നയിച്ച് കളക്ടർമാരെ കൊണ്ട് പിടിച്ചെടുക്കുന്നു. മയ്യട്ടടക്കുന്ന സ്ഥലം ഉൾപ്പെടെയാ. നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗരത്വ ബില്ലിനേക്കാൾ അപകടകരമായ സംഗതിയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് രാജ്യത്തിന്റെ മതനിരപേക്ഷ സമൂഹം എതിർത്തുകൊണ്ടിരിക്കും. ഒരു മുസ്ലിം പ്രശ്നം എന്ന നിലയിലല്ല, ഇത് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണെങ്കിൽ മയ്യട്ടടക്കാനുള്ള സ്ഥലം ഉൾപ്പെടെ സംരക്ഷിക്കാൻ വേണ്ടി മയ്യട്ടാകേണ്ടി വന്നാലും പിന്നോട്ട് പോകേണ്ടി വരില്ല. കാരണം നമുക്ക് മയ്യട്ടടക്കാൻ സ്ഥലമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്, എന്തിനു ജീവിക്കണം? ആലോചിച്ച് നോക്കി. മയ്യട്ടടക്കാൻ പോലും സ്ഥലം അതുപോലും പിടിച്ചെടുക്കുന്നുവെങ്കിൽ ആത്മാഭിമാനം ഭരണഘടനാപരമാണ്, അന്തസ് ഭരണഘടനാപരമാണ്, അതോടൊപ്പം സ്വാതന്ത്ര്യം ഭരണഘടനാപരമാണ്. രാഷ്ട്രത്തിന്റെ നിയമവാഴ്ച എന്ന് പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നു, അത് ഭരണഘടനാപരമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ്, ഭരണഘടനയ്ക്ക് വിധേയമായി രാജ്യം മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ്. അധികാരം കൊണ്ട് സംഘപരിവാറിന്റെ പിൻബന്ധം കൊണ്ട് നമ്മുടെ പൂർവികർ നിരന്തരമായ പോരാട്ടത്തിൽ നേടിയെടുത്ത ഇന്ത്യ രാജ്യത്ത് അതിലൂടെ രൂപം കൊണ്ട രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ മനുസ്മൃതിക്ക് വേണ്ടി കഥകളിക്കാൻ, കൊന്നൊടുക്കാൻ സംഘപരിവാർ മുന്നോട്ട് വന്നാൽ അതിനനുവർത്തിക്കുന്ന മുഴുവൻ നിയമങ്ങളെയും ജനാധിപത്യപരമായ പോരാട്ടം കൊണ്ട് അതിജീവിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ട. ആർക്കും ഒരു സംശയമെന്ന കാര്യത്തിൽ ജനാധിപത്യം ഇതിനെ അതിജീവിക്കും, രാഷ്ട്ര ഭരണഘടന അതിജീവിക്കും, ഭരണഘടന ജയിക്കും. സംഘപരിവാർ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, രാജ്യത്തിന്റെ നിയമവാഴ്ച തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുമ്പോൾ, അതിർത്തിക്ക് കാവൽ നിൽക്കാനുള്ള ഭടന്മാരെ പോലും കരുതലായി വെക്കാത്തൊരു ഭരണകൂടമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ, രാജ്യത്തിന്റെ ഭടന്മാർക്ക് പോലും മാന്യത കൊടുക്കാത്തൊരു ഭരണകൂടമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ, രാഷ്ട്രത്തെ മുഴുവനും തകർത്തുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളാണ് ഇന്ത്യൻ പാർലമെന്റ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ
ജാതിമത ചിന്തകൾക്കപ്പുറത്ത് രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടി, ഭരണഘടന രക്ഷയ്ക്ക് വേണ്ടി ഒരുമയോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരുമയോടെ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. ഒരു മതത്തിന്റെ പ്രശ്നമായി കാണുന്നതിന് പകരം ചിലര് വിചാരിക്കുന്നെന്താ, ഇവിടെ ചിലര് വഖഫ് ബില്ലിനെ പിന്തുണച്ചു. ആ BJP-കാരൻ ഞങ്ങൾ പണ്ടേ പറയലുണ്ട്, പുള്ളിപ്പുരുടെ പുള്ളി മായൂല എന്ന്. അന്നൊക്കെ ഞങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അതന്നെ പോസ്റ്റർ. എന്താ ഇതിന്റെ അർത്ഥം? RSS-കാരൻ വാജ്പേയി ആയാലും RSS ആണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണത്. അതിന് മാറ്റം ഉണ്ടാവില്ല. ഇതിപ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, അവസാനം RSS-നെ മുത്തലാക്കിയില്ല. ഒരു കോൺഗ്രസ്സുകാരനല്ലേ ഇപ്പൊ പാലക്കാട്ടുകാരൻ, അല്ലേ? വാര്യർക്കും പറയേണ്ടി വന്നു ഇത് വലിയ കുഴപ്പമുള്ളതാണെന്ന്. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കുറിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞണ്ട, ഒരു ദളിതനായ RSS-കാരനെ വീട്ടിൽ നിന്ന് വലിച്ചെടുക്ക് വെട്ടിക്കൊന്ന പ്രതിയാണ് എന്ന്. ആരാ? BJP-യുടെ ജില്ലാ പ്രസിഡന്റിനെ കുറിച്ച് വാര്യർ പറഞ്ഞതാ. നിങ്ങൾ എന്താ വിചാരിച്ച്? രാജ്യവ്യാപകമായ ശാഖകളുണ്ട്, രാജ്യത്ത് നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്, കൊലവിളി ആയുധപ്പുരകളുണ്ട്, ഇതെല്ലാം അവർക്കുണ്ട്. അത്തരം ഒരു RSS-കാര് രാജ്യദ്രോഹപരമായ ബില്ലുമായി വന്നപ്പോൾ ചിലര് മുനമ്പത്തിന്റെ പേര് പറഞ്ഞ് പിന്തുണച്ചു. അതിന്റെ പിറ്റേ ദിവസം കിട്ടി. ആലോചിച്ച് നോക്കി, പിറ്റേ ദിവസം എന്തായി? ഇവിടെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവര് ഇങ്ങനെ ഈസ്റ്റർ ദിനത്തിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുവാണ്, ലജ്ജയില്ലാതെ ക്രൈസ്തവ വീടുകളിലേക്ക്. എന്നിട്ടോ രാജ്യവ്യാപകമായി കലാപം നടക്കുക, അച്ഛന്മാരിൽ ലോഹ ഊരുക, മതപരിവർത്തനത്തിന് പേര് പറഞ്ഞ് നിഷ്ഠൂരമായി തല്ലിക്കൊല്ലുക, മണിപ്പൂര് കത്തിക്കൊണ്ടിരിക്കുക. ക്രൈസ്തവ സമൂഹമാണ് അവിടെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂര് ഒരു ഭരണകൂടം എത്തി നോക്കുന്നില്ല. ക്രൈസ്തവരായി പോയി എന്നതുകൊണ്ട് മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്. ഇത്രയും ക്രൂരമായ പ്രവർത്തനത്തിന് കാർമ്മികത്വം വഹിക്കുന്നവർ കൊണ്ടുവന്ന ഒരു ബില്ലിനെ അബദ്ധത്തിലെങ്കിലും പിന്തുണച്ച ഒരു സമൂഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. പിന്നീട് തുടർന്നുള്ള ദിവസം മുഴുവനും കലാപമാണ്. കലാപത്തിന്റെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പരസ്പരം ചില വിരോധങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, വളരെ അപകടകരമായ പ്രയോഗം. ഞാൻ പറയുന്നത്, പരസ്പരം തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്, അകൽച്ചകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ പട്ടികജാതി വർഗവും മതന്യൂനപക്ഷ തമ്മിൽ അകൽച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ പിന്നാക്ക ഹിന്ദു സമൂഹവും ന്യൂനപക്ഷങ്ങൾ തമ്മിൽ അകൽച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അകൽച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് പലരും നിശബ്ദമായി കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. അങ്ങനെ പലരും കാർമ്മികത്വം വഹിക്കുമ്പോൾ അബദ്ധത്തിൽ പെട്ടുപോകേണ്ടവരുള്ള ദേശസ്നേഹികൾ, പൗരബോധമുള്ളവർ, മതനിരപേക്ഷതാ ചിന്തയുള്ളവർ, ഭരണഘടന എന്ന് പറയുന്നവനാണ് നോക്കേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യത്തിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് പിന്നാക്കം നിന്ന സമൂഹങ്ങൾപ്പെട്ട ഒരു സമൂഹമാണ് മുസ്ലിം സമുദായം. ഗൾഫിൽ പോയി കഠിനാധ്വാനം നടത്തി കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് കുറച്ച് സൗകര്യങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് അസഹിഷ്ണുത വളർത്തിക്കൊണ്ട് ആരൊക്കെ കൊടുത്തതാണെന്ന് പറയുമ്പോൾ ഞാൻ ഈ പൊതുസ്ഥിതിയിൽ ഒരു കാര്യം പറയട്ടെ. മുസ്ലിം സമുദായം അനർഹമായി ഒരുപാട് നേടിയിട്ടുണ്ട്, സർക്കാർ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒറ്റ ഉദാഹരണം പറയുകയാണ്. ഈ കേരളത്തിൽ എവിടെയെങ്കിലും സർക്കാർ കൊടുത്ത ഭൂമിയിൽ ഒരു LP സ്കൂളെങ്കിലും മുസ്ലിം സമുദായം നടത്തിയിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഈ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കും. സർക്കാർ സ്കൂളിൽ ഒരു LP സ്കൂള് എങ്കിലും പറയട്ടെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് എന്ത് നേടിയെന്നാ പറയാ? ഇവിടെ പലരും തെറ്റിദ്ധാരണ പരത്തുകയാണ്. ആരെങ്കിലും ഒരു പ്രദേശത്തുള്ള കുറച്ച് മുസ്ലിങ്ങൾ കൂടി കുറെ ആളുകളെ കൂട്ടി സ്കൂൾ തുടങ്ങുന്നു, കോളേജ് പലതും തുടങ്ങുന്നുണ്ടാകാം. സർക്കാർ കൊടുത്ത ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്കൂള് മുസ്ലിം സമുദായം നടത്തുന്നുവെങ്കിലെന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ പതിച്ചു കൊടുത്ത ഭൂമിയുടെ കണക്കെടുക്കട്ടെ, ഓരോ ടൗണുകളും കേന്ദ്രീകരിച്ച് കൊടുക്കട്ടെ, ട്രസ്റ്റുകൾ കൊടുത്തെടുക്കട്ടെ, പാട്ടത്തിന് കൊടുത്തെടുക്കട്ടെ, പാട്ടക്കാരാവധി കഴിഞ്ഞതിന്റെ കണക്കെടുക്കട്ടെ. എന്നിട്ട് മൊത്തത്തിലൊന്ന് പറയട്ടെ, ആരാണ് മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നതെന്ന്. ഒരു സമുദായത്തിന് ഭാഗ്യമായ അസ്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന സംസ്കൃതിയുടെ ചിഹ്നങ്ങളെ കണ്ടുകൊണ്ട് അപകടകരമായ പ്രചരണം നടത്തുന്ന സംഘപരിവാറിന് കാവലിരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധാരണയുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതൊരു ആഭ്യന്തര പ്രശ്നമായി ജനത കണ്ടുകൊണ്ട് രാജ്യത്തെ തകർക്കുന്ന നിയമനിർമ്മാണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ട ധാർമ്മിക ബാധ്യത നമുക്കെല്ലാവർക്കും ഇല്ലേ? എന്നല്ല ഉണ്ടാകേണ്ടത്. നാട്ടുകാർക്കെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. മാനന്തവാടിക്കാരൊക്കെ പലർക്കും അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. നാട്ടിലേക്ക് കുറെ കൊള്ളക്കാർ വരുന്നുവെന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായ വ്യത്യാസമല്ല, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നാടിനെ കൊള്ളയടിക്കാൻ വരുന്നവർക്ക് ജാഗ്രത പുലർത്തണമെന്നതുപോലെ സംഘപരിവാർ കൊണ്ടുവരുന്ന രാഷ്ട്രദ്രോഹപരമായ ജനങ്ങളെ വിഭജിച്ച് നിർത്തുന്ന, പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്ന, തമ്മിലടിപ്പിക്കുന്ന, അടിസ്ഥാനപരമായി ഭരണഘടനയെ തിരസ്കരിക്കുന്ന ക്രൂരമായ നിയമത്തിനെതിരെ ഒരുമയോടെ നിൽക്കേണ്ടവരാണ് രാഷ്ട്രനിവാസികളെന്ന സന്ദേശം കൊടുക്കേണ്ടവരും നിലപാടെടുക്കേണ്ടവരും. സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന ഭീരുത്വത്തിന്റെ ഒരു നിലപാടിലേക്ക് പോയാൽ അതിന്റെ വില അവർ തന്നെ കൊടുക്കേണ്ടി വരും. വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും മതമുള്ളവർക്ക് മതം വേണം. അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. മതം പറയേണ്ടവർക്ക് മതം പറയാം, ഭരണഘടന നൽകുന്ന അവകാശമാണ്.
മതം വേണ്ട എന്ന് തീരുമാനിക്കുന്നു, മതം വേണ്ട എന്ന് തീരുമാനിക്കാം, അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. മതം മാറാൻ ആഗ്രഹമുള്ളവർക്ക് മതം മാറാം, അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. കോളേജും സ്കൂളുകളും പണിയാം, കച്ചവട സ്ഥാപനങ്ങൾ നടത്താം, ട്രസ്റ്റ് ഉണ്ടാക്കാം, സേവനം ചെയ്യാം, പൊതുപ്രവർത്തനം നടത്താം, ഇതെല്ലാമാകാം ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ്. അത്തരം അവകാശങ്ങൾ അവനവന് സാധ്യമാകുന്നത് ഉപയോഗപ്പെടുത്തി എല്ലാ രാഷ്ട്രനിവാസികൾക്ക് പൗരസമൂഹത്തിന്റെ ക്ഷേമത്തിനും സന്തോഷത്തിനുമാണ്, തലമുറയ്ക്ക് വേണ്ടിയാണ്, അത് നിയമപരമാണ് എന്ന ഒരു ആത്മവിശ്വാസത്തോടെ അതെല്ലാം ചെയ്യണം നാം. അതിലാരും പിന്നോട്ട് പോകേണ്ടതില്ല. അതോടൊപ്പം തന്നെ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മുടെ ഇന്നിന്റെ കാര്യത്തിനപ്പുറത്ത് നാളെയുടെ തലമുറ നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടാക്കി അതിന്റെ അക്കൗണ്ടിലിട്ട് പാസ്ബുക്ക് മക്ക കൊടുത്തു, അല്ലെങ്കിൽ കൊട്ടാര സമാനമായ വീട്, റിമോട്ട് കൺട്രോൾ ഗേറ്റുള്ള വീട് പണിത് മക്ക കൊടുത്തു, അല്ലെങ്കിൽ ഒരു 500 ഏക്കർ വാങ്ങി മക്ക കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം പറ്റിയാൽ സിന്ദാബാദ് വിളിക്കുന്ന കുറച്ച് അണികളെ ഒരുക്കി കൊടുത്തു. ഇതുകൊണ്ടൊന്നും നമ്മുടെ തലമുറ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പോകുന്നില്ല. സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഭരണഘടന നിലനിൽക്കണം, ഭരണഘടന നിലനിൽക്കണം. എന്നാൽ മാത്രമാണ് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുക. അതുകൊണ്ട് ഭരണഘടന അവകാശങ്ങൾക്കെതിരെ സംഘപരിവാർ കയ്യേറ്റം നടത്തുമ്പോൾ മൗനം അവലംബിക്കലോ അല്ലെങ്കിൽ ഭയപ്പാടോടെ പിന്നോട്ട് പോകലോ, ആർജിച്ച അനധികൃതമായ സമ്പത്തിൽ സംഭവിക്കാവുന്ന താൽക്കാലിക നഷ്ടങ്ങൾക്ക് വേണ്ടി ആർജവമില്ലാത്ത നിലപാട് സ്വീകരിക്കലോ രാഷ്ട്ര സേവനപരമല്ല, സ്നേഹപരമല്ല, ധാർമ്മികമല്ല എന്ന് തിരിച്ചറിയേണ്ടത് മതനിരപേക്ഷതാ ബോധമുള്ളവരാണ്. അവരാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ വഖഫ് ഭേദഗതി നിയമം RSS തീരുമാനിച്ച മതന്യൂനപക്ഷത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് അവരെ അവകാശമുള്ളവരാക്കി തീർക്കാനുള്ള ശ്രമം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഇത്തരം നിയമനിർമ്മാണം നീ ആവർത്തിക്കുമെന്നതുകൊണ്ട് സംഘപരിവാറില്ലാത്ത ആര്യ ബ്രാഹ്മണ്യമല്ലാത്ത മുഴുവൻ ആളുകളുടെയും അസ്തിത്വം തകർക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് അവർ ആക്കകൂട്ടുമെന്നതുകൊണ്ട് ഇന്ത്യ നിലനിൽക്കണം. സ്നേഹത്തിന്റെ ഇന്ത്യ, സൗഹൃദത്തിന്റെ ഇന്ത്യ, ജാതി മതഭേദമെന്ന് ജാതിയും മതവും ചോദിച്ച് കലാപമുണ്ടാക്കാത്ത, വെടിവെച്ചു കൊല്ലാത്ത, ആരുടെയും അവകാശം അനിക്കാത്ത, സ്വസ്ഥതയുടെ സുരക്ഷിതത്വത്തിന്റെ, അന്തസ്സിന്റെ, അഭിമാനത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ, ആർജവത്തിന്റെ നിലപാടിന്റെ ഒരു സുന്ദരമായ ഇന്ത്യ, ബഹുത്വത്തിന്റെ ഇന്ത്യ, മതനിരപേക്ഷതയുടെ ഇന്ത്യ, മൗലിക അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടുന്ന ഇന്ത്യ, പൗരധർമ്മം നിർവഹിക്കപ്പെടുന്ന ഇന്ത്യ, പൗരത്വം പരിരക്ഷിക്കപ്പെടുന്ന ഇന്ത്യ, അങ്ങനെ ജനാധിപത്യത്തിന്റെ ഗുണഫലങ്ങൾ സർവ്വജനങ്ങളും ഒരുപോലെ അനുഭവിച്ച് രാഷ്ട്രഘടന വിവേചനം കാണിക്കാത്ത ഒരു ഘടനയായി പരിവർത്തിപ്പിക്കപ്പെടുന്ന ഇന്ത്യ, നീതിയുടെ ഇന്ത്യ, അവകാശ സംരക്ഷണത്തിന്റെ ഇന്ത്യ, സമത്വത്തിന്റെ ഇന്ത്യ, സാമൂഹ്യനീതിയുടെ ഇന്ത്യ, ഒരുമയുടെ ഇന്ത്യ, അതിനെ തകർക്കുന്ന നിയമങ്ങൾക്കും നിർമ്മാണങ്ങൾക്കുമെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായി ഇന്ത്യയെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ, ഭരണഘടനയെ സംരക്ഷിക്കാൻ നാം മുന്നോട്ട് പോകണമെന്നും അതിന്റെ പേരിൽ വരുന്ന നഷ്ടങ്ങളല്ല ഞാൻ ഇവിടെ പറയുമ്പോൾ ഞങ്ങൾ ദേശീയ അധ്യക്ഷൻ MK ഫൈസി, ബഹുമാന്യനായ ഞങ്ങളുടെ നേതാവ്, നമ്മുടെ നേതാവ് രാഷ്ട്രഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് അധസ്ഥിതന്റെ കൈപിടിച്ചുകൊണ്ട് മതനിരപേക്ഷതയെക്കുറിച്ച് പറഞ്ഞ് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക. MK ഫൈസി, നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും, പാർലമെന്റിൽ ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുമ്പ് രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തിയ ഒരൊറ്റ പ്രസ്ഥാനമാണുള്ളത്. ഹരിയാനയിൽ നടത്തി, ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ബീഹാറിലും മധ്യപ്രദേശിലും ആന്ധ്രയിലും കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളെ തെരുവിലിറക്കി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നിയമനിർമ്മാണം അനുവദിക്കില്ല എന്ന് തെരുവിലിറക്കി മുദ്രാവാക്യം വിളിച്ചു. അവസാനം RSS എന്ന പാർലമെന്റ് അംഗം പാർലമെന്റിൽ പറഞ്ഞു, SDPI 20 സംസ്ഥാനങ്ങളിൽ വഖഫ് നിയമത്തിനെതിരെ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തിരിക്കുന്നു, അവർ വളർന്നുകൊണ്ടിരിക്കുന്നു, അവർ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് പറഞ്ഞ് പാർലമെന്റിൽ പറയേണ്ടി വന്നുവെന്ന് പറഞ്ഞാൽ അതിന് കാർമ്മികത്വം വഹിച്ച ഞങ്ങളുടെ നേതാവ് MK ഫൈസിയെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ED കേസെടുത്തുകൊണ്ട് കൽത്തുറങ്ങിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കൽത്തുറങ്ങും കയ്യാമങ്ങളും ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നവർക്ക്, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഒരു അലങ്കാരമാണ്. അതവരുടെ അവകാശമായി മാറുന്ന ഒരു ജനവിരുദ്ധ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ അതിനെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് രാഷ്ട്രത്തെ രക്ഷിക്കാൻ, ഭരണഘടന രക്ഷിക്കാൻ, മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കാൻ, അങ്ങനെ സംഘർഷരഹിതമായ ജാതി മതവും നോക്കി വെടിവെച്ചു കൊല്ലാത്ത, കലാപമില്ലാത്ത ഇന്ത്യയെ സൃഷ്ടിക്കാൻ നമുക്കൊരുമയോടെ മുന്നോട്ട് പോകാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ജനവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ നിയമം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുമയോടെ മുന്നോട്ട് പോകാം. വിജയം ജനാധിപത്യത്തിനാണ്, മുന്നേറ്റം ഇന്ത്യൻ ഭരണഘടനക്കാട്. നിലനിൽക്കേണ്ട രാഷ്ട്ര സൗഹൃദമാണ്. അത് സാധ്യമാകട്ടെ, അത് സാധ്യമാകും. ആരെയും ഭയപ്പെടേണ്ടതില്ല. നിർഭയത്വം നെഞ്ചിലേറ്റി പൗരബോധത്തോടെ മുന്നോട്ട് പോകാം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട്, ഓർമ്മപ്പെടുത്തുകൊണ്ട്, അതിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ ക്ഷണിച്ചുകൊണ്ട് ഔപചാരികമായി ഇത് ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.